തീർത്തും ചെറിയ കാര്യങ്ങളിൽ നിരാശരാകരുത്. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലാണ്. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ജ്വാലയെ തന്നെയാണ് നാം അന്വേഷിച്ചു നടക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്കെത്തും. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു, അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്ന ഇടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു. പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. ആരോടെങ്കിലും മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ വായ മൂടിക്കെട്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ പക്വത. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ്. ഒരു പ്രശ്നം വൈദഗ്ധ്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹവും കരുതലും പ്രയോഗിക്കുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് എപ്പോഴും ഓർക്കുക. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. ഏറ്റവും ചെറിയ ദൗത്യം പോലും പ്രയത്നമില്ലാതെ പൂർത്തിയാക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്നാൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുക. നല്ലൊരു വ്യക്തിയാകുക, അത് ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ അത് നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബോധപൂർവം സാധാരണക്കാരനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അസാധാരണക്കാരനാകുന്നു. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തേക്ക് പറന്നുപോകും. ഇന്നു നിങ്ങളെ എന്താണ് ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളും പവിത്രമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മഹത്തായ വിജയത്തിൻ്റെ പാതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിറകുകളോടെയാണ് ജനിച്ചത്. ജീവിതത്തിലുടനീളം ഇഴഞ്ഞു ജീവിക്കേണ്ടതുണ്ടോ? എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായിരുന്നു കേൾക്കാനും ധൈര്യം ആവശ്യമാണ്.